വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ കർത്തൃദാസന്മാർ, അധ്യക്ഷൻ ഉൾപ്പെടെ അവിടെ പേരെടുത്ത് പറയുന്നില്ല, സമയം വൈകിയുണ്ട്. സദസ്സിലായിരിക്കുന്ന കർത്തൃദാസന്മാർ, ഇരുഭാഗത്തുനിന്നും മാതാപിതാക്കൾ, ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, ഗായക സംഘം, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ടി.പി. എബ്രഹാം കുടുംബജീവിതത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും വളരെ ആധികാരികമായി സംസാരിപ്പാനിടയായി. അത് തന്നെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുശേഷമായിട്ട് പാസ്റ്റർ എബ്രഹാം ജോസഫ് അവറുകൾ പ്രായോഗിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രായോഗിക കാര്യങ്ങളെക്കുറിച്ചും തിരുവചനത്തിലൂടെ കുടുംബജീവിതം എങ്ങനെ സന്തോഷമാക്കുവാൻ കഴിയുമെന്നുള്ളതും വളരെ വ്യക്തമായി പരിമിതമായ സമയത്തിനുള്ളിൽ സംസാരിപ്പാനിടയായി. ഇനിയും ദൈവവചനം ശുശ്രൂഷിപ്പാനുള്ള സമയം ഇവിടെ പ്രസ്താവിച്ച സമയത്തിനുള്ളിൽ അത് കഴിയില്ല. എങ്കിലും ഞാൻ സമയം പരിമിതപ്പെടുത്തുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇന്ന് പകൽ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുന്ന പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇരു കുടുംബങ്ങളും നല്ല ആത്മീക പൈതൃകമുള്ളവരാണ്. പ്രിയ ജോമോനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കുവൈറ്റിൽ കടന്നു ചെന്നപ്പോഴും കാണുവാനും കൂട്ടായ്മ അനുഭവിക്കാനും ഒക്കെ അവസരങ്ങൾ ദൈവം നൽകി. കുടുംബത്തെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കേണ്ട ഒരു ദൈവദാസൻ കൂടെ ഉണ്ടായിരുന്നു, പാസ്റ്റർ നൈനാൻ ജോർജ്. അദ്ദേഹം ഇവിടെ വന്നിട്ട് എത്തിയില്ല. തനിക്ക് കടന്നു വരുവാൻ കഴിഞ്ഞ് തൻ്റെ താല്പര്യമുണ്ടായിരുന്നു. തന്നെ പകരമായി തൻ്റെ മകൻ ഇവിടെ വന്നിട്ടുണ്ട്. കുവൈറ്റ് സഭയുടെ പ്രതിനിധികളായി പ്രിയപ്പെട്ടവരിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുവൈറ്റ് സഭയ്ക്ക് പ്രിയപ്പെട്ടവർ, ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന് അനുഗ്രഹിക്കപ്പെട്ട സഹോദരന്മാരാണ്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതുപോലെ തന്നെ പ്രിയ സജി പാസ്റ്റർ വിവാഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹവുമായി പരിചയപ്പെടുവാൻ, കൂട്ടായ്മ അനുഭവിപ്പാനൊക്കെ ദൈവവചനം പഠിക്കുന്ന നാളുകൾ സാവകാശം ലഭിച്ചിട്ടുണ്ട്. ഒരു നല്ല, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനത്തിലൊരു ദൈവദാസനാണ് സജി പാസ്റ്റർ. തനിക്ക് ദൈവം ദാനം നൽകിയ മകളെ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ പ്രാർത്ഥിക്കുകയും അതിനോട് ദൈവത്തോട് യാചിക്കുകയും ചെയ്ത പ്രകാരം ദൈവം നൽകിയ മറുപടിയാണ് ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട മകൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത്. വിവാഹത്തെ സംബന്ധിച്ച് നമുക്ക് കേട്ടല്ലോ. പ്രത്യേകിച്ചും തിരുവഴുത്ത് ആരംഭിക്കുന്നത് വിവാഹത്തോടെ, അവസാനിപ്പിക്കുന്നത് വിവാഹത്തോടെ. വിവാഹത്തെ സംബന്ധിച്ച് നാം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, പരസ്പര സമ്മതം, പരസ്പര സ്വീകരണം, പരസ്പര സമർപ്പണം, കടപ്പാടുകൾ നിർവഹിക്കുക. അതാണ് വിവാഹം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. പ്രിയ ജോബ് ബ്ലസ്സിയെ കാണും മുമ്പ് സർവശക്തനായ ദൈവത്തെ കണ്ടു. ആദം ഔവയെ കാണും മുമ്പ് ദൈവത്തെ കണ്ടു. ഔവ ആദമിനെ കാണും മുമ്പ് ദൈവത്തെ കണ്ടു. പ്രിയ ബ്ലസ്സിമോൾ ജോബിനെ കാണും മുമ്പ് അത്യുന്നതനായ ദൈവത്തെ കണ്ടു. പറയട്ടെ, നിശ്ചയമായും അവർ തമ്മിൽ സ്നേഹിക്കുന്നതിലപ്പുറം അവരുടെ മധ്യേ ഒരുവനുണ്ട്, സർവശക്തനായ ദൈവം. ആ ദൈവത്തെ അധികം സ്നേഹിക്കുമെങ്കിൽ കുടുംബജീവിതം ധന്യമായി തീരും. പ്രൈസ് ദി ലോർഡ്. കടപ്പാടുകളെ ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട് നിർവഹിച്ച് അത് നിർവഹിപ്പാൻ കഴിയുന്നെങ്കിൽ സ്വർഗത്തിന് നിഴലായ കുടുംബജീവിതം ഭൂമിയിൽ നയിപ്പാൻ കഴിയും. ഒരു ചോദ്യം വേദപുസ്തകത്തിലുണ്ട്, സാമർത്ഥ്യമുള്ള ഭാര്യ ആർക്ക് കിട്ടും? ഭാര്യ ആർക്ക് കിട്ടുമെന്ന്. അത് ഞാൻ എൻ്റെ ഭാഷയെ പറയാൻ പോകണം, എന്നൊരു മറുപടി പറയാൻ പോകണം. നിങ്ങൾ യോഗമുള്ളവന് കിട്ടും. മനസ്സിലായല്ലോ? സാമർത്ഥ്യമുള്ള ഭാര്യയെ യോഗമുള്ളവന് കിട്ടും. നാണം കെട്ട ഭാര്യ യോഗമില്ലാത്തവന് കിട്ടും. പ്രിയ ജോബ് ആ നിലയിൽ യോഗമുള്ളവനാണ്. സാമർത്ഥ്യമുള്ള ഭാര്യ ദൈവം, ഒരു കിരീടം ദൈവത്താൽ ലഭിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. ഈ സ്റ്റേജിലേക്ക് നിങ്ങളെ നയിച്ച നിങ്ങളുടെ ഇരുഭവനങ്ങൾ, മാതാപിതാക്കളുണ്ട്. നിങ്ങളെത്ര ഭൗതികമായി എത്ര നിലയിൽ ഉയർന്നാലും ഈ വേദിയിലേക്ക് നയിച്ചവരെ നിങ്ങൾ മറക്കരുത്.
നിങ്ങൾ പരസ്പര കടപ്പാടുകൾ നിർവഹിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ നിർവഹിപ്പാൻ നിങ്ങൾ മറന്നു പോകരുത്. സ്തോത്രം. അപ്പോൾ തന്നെ സഭകളോടുള്ള കടപ്പാടുകൾ, സമൂഹത്തോടുള്ള കടപ്പാടുകൾ, പരസ്പരമുള്ള കടപ്പാടുകൾ നിങ്ങൾ നിർവഹിപ്പാൻ മറക്കരുത്. പ്രായോഗികമായ ഒന്ന് രണ്ട് കാര്യം ഞാൻ പറയട്ടെ. കുഞ്ഞേ, ലക്ഷ്മോളെ, ജോബൻ ചൂടനാണോ തണുപ്പനാണോ അറിയാൻ പോകുന്നേ ഉള്ളൂ. വിവാഹമൊക്കെ കഴിഞ്ഞ് ചൂടനാണോ തണുപ്പനാണോ എന്ന് അറിയാൻ പോവുള്ളൂ. ഇങ്ങനെ കാര്യങ്ങളെ കുടുംബജീവിതത്തെ പ്രവേശിച്ചപ്പോൾ ചൂട് എന്ന് തോന്നി ശബ്ദം ഒന്ന് ഉയരുമ്പോൾ ഒരു കാര്യം ചെയ്തോണം. ശബ്ദത്തിന് തിരിച്ച് ശബ്ദം പ്രതികരിക്കാതെ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടങ്ങ് നടന്നു പോയേക്കണം. പാട്ട് പാടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ഇടയിലൊരു പാട്ട് അത് പ്രത്യേകമുണ്ട്. കണ്ണുനീരെന്ന് മാറുമോ എൻ വേദനകൾ എന്ന് മാറും പാടരുത് കേട്ടോ. അപ്പം ഒരു പാട്ട് പാടണം, പാടിക്കൊണ്ടങ്ങ് പോയേക്കണം ഉള്ളിൽ. തിരിച്ച് അല്പസമയമൊക്കെ കഴിയും. ആ പുരുഷന്മാരുടെ ചൂട് വേഗം തീരും, പെട്ടെന്ന് അങ്ങ് തണുക്കും. എന്നാൽ സഹോദരിമാർ പെട്ടെന്ന് തണുക്കത്തില്ല. പറഞ്ഞു, സഹോദരിമാർ പെട്ടെന്ന് തണുക്കയില്ല, സഹോദരന്മാർ പെട്ടെന്ന് അങ്ങ് തണുക്കും. അന്നേരമേ പറഞ്ഞു തീർന്നു പോയി. തിരിച്ച് വരുമ്പോഴേ വായുടെ രുചി അനുസരിച്ച് എന്താ കുടിക്കാൻ ഒരു കപ്പുണ്ടായി എന്നാൽ കുടിച്ചാട്ടെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പം പ്രശ്നം അവിടെ തീരും കേട്ടോ. കുടുംബജീവിതത്തിൽ സംഘർഷം, ഏറ്റുമുട്ടൽ, കാർമ്മയങ്ങളൊക്കെ ഉയർന്നെന്ന് വരാം. കർത്താവിൻ്റെ ആ സമയത്ത് വളരെ വ്യക്തമായിട്ട് ഓർപ്പിച്ചു. വസ്ത്രം മുഷിയും, റിസപ്ഷൻ കഴിഞ്ഞ് ഞങ്ങളൊക്കെ പോകും, എന്നാൽ മാറാത്തവൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവിനോട് വേണം നിങ്ങളുടെ കുടുംബജീവൻ നയിപ്പാൻ. നിങ്ങളുടെ ജീവിത പടകിൽ കർത്താവുണ്ടെങ്കിൽ നിങ്ങൾ ലജ്ജിപ്പാൻ സംഗതി വരികയില്ല. അവിടെ നിർത്തട്ടെ. പറയട്ടെ, വിവാഹം കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്നായി തിരികെയാണ് ഉടമ്പടിയാൽ. കരാറല്ല, ഉടമ്പടി. ഞാനിന്ന് ഈ പ്രോഗ്രാം ഷീറ്റ് നോക്കി പാട്ട് നോക്കി. പണ്ടൊക്കെ സ്വർപ്പുരം ഈ കരാറിനെന്ന് പാടാറുണ്ടായിരുന്നു. ഇപ്പം അത് മാറ്റി. ഇപ്പം കരാറല്ല, കരാറിന് കാലാവധിയുണ്ട്. ഇത് ഉടമ്പടിയാ. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ ഈ ചൊല്ലുന്ന ഉടമ്പടി ജീവിതത്തിൽ പാലിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. നിങ്ങളെ വസ്ത്രം മുഷി, ബ്ലസ്സി, ശരീരത്തിൽ ക്ഷീണതയാകുമ്പോഴും അതേ മാനസികമായി പിരിമുറുക്കങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതം നേരുമ്പോഴും പരസ്പരം കൈയോട് കൈ കോർത്ത് പിടിച്ച് മുപ്പിരിച്ചട് വേഗത്തിൽ അറ്റുപോകില്ലെന്ന് ദൈവത്തിൻ്റെ വചനമാകിയാൽ മൂന്നാമനായ കർത്താവിനോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ച് ദൈവാലോചന പ്രാപിച്ച് ജീവൻ നയിപ്പാനിടയാകട്ടെ. ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളെക്കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, പോറ്റിപ്പുലർത്തണം. ചെറീഷൻ നറീഷ്, പോറ്റിപ്പുലർത്തണം, വിശ്വസ്തനായിരിക്കണം. തിരിച്ചും ഭാര്യ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭയപ്പെടണം, കർത്താവിൽ ഉചിതമാവണ്ണം കീഴ്പ്പെടണം. കടപ്പാടുകളെക്കുറിച്ചൊക്കെ ഞാൻ ആ ഉഭയസമൂഹത്തിൽ അത് ചൊല്ലിത്തരുമ്പോൾ നിങ്ങളത് പ്രത്യേകം ഏറ്റ് ചൊല്ലി അത് ജീവിതത്തിൽ പാലിപ്പാൻ നിങ്ങൾ ബാധ്യസ്ഥനെന്ന് കാര്യം ഓർത്തുകൊള്ളണം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആരും ചോദ്യം ചെയ്യുവാൻ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ കർത്താവിന് കൊള്ളാതെ മാതൃകാ ജീവൻ നയിക്കുമ്പോൾ നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരും. കർത്താവ് വരാൻ താമസിച്ചാൽ കുടുംബജീവിതത്തിൽ തലമുറകളെ ലഭിക്കുമ്പോൾ തലമുറകൾക്ക് മാതൃകയായി നിങ്ങളുടെ ജീവിതം നയിക്കുന്നെങ്കിൽ നിങ്ങളുടെ മാതൃക പിൻപറ്റുവാൻ ഇടയായി തീരും. ഞാൻ ഒരു കാര്യം കൂടെ തെളിച്ചു പറയാറുണ്ട്. ഇങ്ങനെ വേദിയിൽ എടുത്ത് 80 പറഞ്ഞു. ഇന്ന് പല മാതാപിതാക്കളും വൃദ്ധസദനങ്ങളിൽ, വൃദ്ധമന്ദിരങ്ങളിലൊക്കെ അവരെ ആക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ ശുശ്രൂഷിച്ച് അവരെ ലോകത്തിൽ യാത്ര അയക്കുന്നെങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാലം വരുമ്പോൾ അവർ നിങ്ങളെ ശുശ്രൂഷിക്കും, വിതച്ചത് കൊയ്യും കേട്ടോ. ആകയാൽ ആ നിലയിൽ നിങ്ങളുടെ കടപ്പാടുകൾ നിർവഹിച്ച് മാതൃകയോടെ ജീവൻ നയിച്ച് കർത്താവിൻ്റെ വരവിനെ നോക്കി പാർക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വേണ്ട എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവത്താൽ ലഭിക്കേണ്ടതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും എല്ലാവിധമായ മംഗളങ്ങളും ഈ തരുണത്തിൽ നേരുന്നു. ഇവിടെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം ജോസഫ് വളരെ ശക്തമായിട്ട് ഓർപ്പിച്ചു. കേവലം നിഴലായൊരു വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുന്നെങ്കിൽ ഇതിൻ്റെ പൊരുളായൊരു വിവാഹ ശുശ്രൂഷ വരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വാനമേഘത്തിൽ വരുന്നു. തനിക്കായി വിവാഹ നിശ്ചയം ചെയ്ത തൻ്റെ കാന്ത അവിടെ വെളിപ്പെടും. ആകയാൽ ഇന്ന് പകൽക്കാലം വിവാഹ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആരെങ്കിലും തൻ്റെ കാന്തയായി ഒരുങ്ങിയിട്ടില്ലെങ്കിൽ യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് അവൻ്റെ വചനമനുസരിച്ച് അവൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വരുന്നു. അവൻ്റെ കാന്തയായി തീരുവാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ടും കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾക്കായി ആരോഗ്യം നന്മകൾ നേർന്നുകൊണ്ടും
എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെയും മരിച്ചവർക്കും ജീവികൾക്കും ന്യായവിസ്താരം നടത്തുവാനിരിക്കുന്ന ക്രിസ്തുയേശുവിനെയും അവൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും കൂടി വന്നിരിക്കുന്ന അവൻ്റെ വിശുദ്ധ സഭയും സാക്ഷിയാക്കി ഞാൻ പ്രിയ ജോമോനോട് ചോദിക്കുന്നു, വലഭാഗെ നിൽക്കുന്ന ബ്ലസ്സി എന്ന യുവതിയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നതിന് തടസ്സമായി നിൻ്റെ ജീവിതത്തിൽ ന്യായമായ വല്ല കാര്യവും ഉന്നയിപ്പാനുണ്ടോ? അവണ്ണം തന്നെ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തെയും മരിച്ചവർക്കും ജീവികൾക്കും ന്യായവിസ്താരം നടത്തുവാനിരിക്കുന്ന ക്രിസ്തുയേശുവിനെയും അവൻ്റെ ശ്രേഷ്ഠ ദൂതന്മാരെയും കൂടി വന്നിരിക്കുന്നവൻ്റെ വിശുദ്ധ സഭയും സാക്ഷിയാക്കി ഞാൻ പ്രിയ ബ്ലസ്സിമോളോട് ചോദിക്കുന്നു, ഇടഭാഗയിൽ നിൽക്കുന്ന ജോമോൻ എന്ന യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നതിൻ്റെ തടസ്സമായി എൻ്റെ ജീവിതത്തിൽ ന്യായമായ വല്ല കാര്യവും ഉന്നയിപ്പാനുണ്ടോ? എൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രിയ ജോമോനോട് ചോദിക്കുന്നു, സമീപയിൽ നിൽക്കുന്ന ബ്ലസ്സിമോൾ എൻ്റെ ഭാര്യയായി സ്വീകരിപ്പാൻ എന്നെ തീരുമാനിച്ചിരിക്കുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും അവളെ മാത്രം സ്നേഹിച്ചും മാനിച്ചും ശുശ്രൂഷിച്ചും സംരക്ഷിച്ചും പോറ്റിപ്പുലർത്തിയും വിശ്വസ്തയോടുകൂടെ ഇവിടെ മാത്രം ചേർന്നിരുന്ന ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് നീ തീരുമാനിച്ചിരിക്കുന്നുവോ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ്സിമോളോട് ചോദിക്കുന്നു, സമീപേ നിൽക്കുന്ന ജോമോൻ എന്ന യുവാവിനെ എൻ്റെ ഭർത്താവായി സ്വീകരിപ്പാൻ നീ തീരുമാനിച്ചിരിക്കുന്നുവോ? മരണം നിങ്ങളെ തമ്മിൽ വേർപിരിക്കും വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും ഇങ്ങനെ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഇവനെ മാത്രം സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഭയപ്പെട്ടും വിശ്വസ്തയോടുകൂടെ ഇവിടെ മാത്രം ചേർന്നിരുന്ന ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് നീ തീരുമാനിച്ചിരിക്കുന്നുവോ? അവർ ഇരുവരും തങ്ങളുടെ സമ്മതവും തീരുമാനവും നമ്മെ പരസ്യമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാൽ തുടർന്ന് വലങ്കരങ്ങളെ കൊടുത്ത് ഉടമ്പടി ചെയ്ത് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിപ്പാൻ പോകുകയാണ്. സമയം വേദിയിലിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ എഴുന്നേറ്റ് നിന്നുള്ള ശുശ്രൂഷയിൽ പ്രാർത്ഥനയോടെ നിൽക്കണമെന്ന് ഓർപ്പിക്കുന്നു. മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്ന് കനിയുള്ള ദൈവമേ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്ന് കനിയുള്ള ദൈവമേ. നിന്നടിക്കാനാവിൽ മാടി പന്തൽ പണ്ടലങ്കരിച്ച് നിന്നടിക്കാനാവിൽ മാടി പന്തൽ പണ്ടലങ്കരിച്ച് അന്നൂരസവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. അന്നൂരസവിനുണ്ടാക്കി എന്ന പോലെ നേരം വന്നു. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. ഇന്നീ മംഗല്യം ശോഭിക്കുവാൻ കരുണ ചെയ്യുക എന്നും കനിവുള്ള ദൈവമേ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതുവരെ രണ്ട് സാഹചര്യങ്ങളിൽ ജീവിച്ചു വന്നു.
ഇന്ന് പകൽക്കാലം ദൈവകൃപയിൽ ശരണപ്പെട്ട പ്രാർത്ഥനയോട് നിങ്ങൾ ഭാഗ്യതരാകുവാൻ ഇവിടെ കടന്നു വന്നു. ഇതുവരെയും വിലപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു. എന്നാൽ നിങ്ങൾ ഇരുവരും ഇതുവരെ നിങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തോട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. അല്പനിമിഷം നിങ്ങൾ ഇരുവരും കണ്ണടച്ച് ഹൃദയം ദൈവസ്നേഹം പകർന്ന്, കർത്താവേ, ഞങ്ങൾ കരം കൊടുത്ത് ഉടമ്പടി ചെയ്ത് ഒരു മാതൃകാ ജീവൻ നയിപ്പാൻ എന്നെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ എന്ന് നിങ്ങൾ സേവിച്ചു വരുന്ന ദൈവത്തോട് ഹൃദയം തുറന്നൊന്ന് പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ സ്വർഗ്ഗ പിതാവേ, കർത്താവേ, മാതൃകാ ജീവൻ നയിപ്പാൻ അവരെ സഹായിക്കണം. ശത്രുവിൻ്റെ കുടുംബത്തിൽ ദോഷം ചെയ്യരുത് കർത്താവേ. ദൈവത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ കർത്താവ് സഹായിക്കണം. ദുഷ്ടപ്പോരുകളൊന്നും കടന്നുകൂടാതെ വണ്ണം നീ ഇവരെ പരിപാലിച്ച് മാതൃകാ ജീവൻ നയിപ്പാനിടയാക്കണം. തൃക്കരങ്ങൾ ഏൽപ്പിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. വനത്തിലെഴുന്നള്ളി ആദം അവമാരെ യോജിപ്പിച്ച സർവശക്തനായ ദൈവം നിങ്ങളെ ഇരുവരെയും തമ്മിൽ യോജിപ്പിക്കുമാറാകട്ടെ. ചോമനാകുന്ന ഞാൻ, ബ്ലസ്സിച്ചെറിയാനാകുന്നു ഇനി, ഇന്ന് മുതൽ എൻ്റെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളും. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, മാനത്തിലും അപമാനത്തിലും, ഇങ്ങനെ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും നിന്നെ മാത്രം സ്നേഹിച്ചും മാനിച്ചും ശുശ്രൂഷിച്ചും സംരക്ഷിച്ചും പോറ്റിപ്പുലർത്തിയും വിശ്വസ്തയോടുകൂടെ എന്നോട് മാത്രം ചേർന്നിരുന്ന ഒരു ഉത്തമ ഭർത്താവിൻ്റെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടി വന്നിരിക്കുന്ന അവൻ്റെ വിശുദ്ധ സഭയെ സാക്ഷിയാക്കി ഞാൻ നിന്നോട് ഉഭയസമ്മതം ചെയ്തു കൊള്ളുന്നു. കർത്താവും അവൻ്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷികൾ. ഞാൻ ജോമോനാകുന്ന അങ്ങേ ഇന്നു മുതൽ എൻ്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളുന്നു. മരണം നമ്മെ തമ്മിൽ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മാനത്തിലും അപമാനത്തിലും, ഇങ്ങനെ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഞാൻ അങ്ങയെ മാത്രം സ്നേഹിച്ചും ബഹുമാനിച്ചും അനുസരിച്ചും കീഴ്പ്പെട്ടും ഭയപ്പെട്ടും വിശ്വസ്തയോടുകൂടെ അങ്ങയോട് മാത്രം ചേർന്നിരുന്ന ഒരു ഉത്തമ ഭാര്യയുടെ എല്ലാ കടപ്പാടുകളും നിർവഹിച്ചു കൊള്ളാമെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൂടി വന്നിരിക്കുന്ന അവൻ്റെ വിശുദ്ധ സഭയെ സാക്ഷിയാക്കി ഞാൻ അങ്ങയോട് ഉഭയസമ്മതം ചെയ്തു. കർത്താവും അവൻ്റെ വിശുദ്ധ സഭയും ഇതിന് സാക്ഷികൾ. സ്വപുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും എൻ മനമേ. സ്വർപ്പുരാമി ഉടമ്പടിക്ക് സാക്ഷി നിൽക്കും എൻ മനമേ. സ്വർഗസ്ഥാനി ദമ്പതികൾക്കും ആശീർവാദം ഏകിടട്ടെ. സ്വർഗസ്ഥാനി ദമ്പതികൾക്കും ആശീർവാദം ഏകിടട്ടെ. ഭാഗ്യനാൻ ഭാഗ്യനാൻ ദൈവം സംയോജിപ്പിച്ച നാൾ. ഭാഗ്യനാൻ ഭാഗ്യനാൻ ദൈവം സംയോജിപ്പിച്ച നാൾ.
ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ദൈവമേ, സ്വർഗപിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ പകൽക്കാലം കർത്താവേ, പ്രിയ കുഞ്ഞുങ്ങൾ ഇരുവരും വലങ്കരങ്ങളെ കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീരുവാൻ കർത്താവ് സഹായിച്ചു. ഭൂമിയിൽ ഒരു പുതിയ കുടുംബം കൂടെ രൂപം കൊള്ളുവാൻ അങ്ങേക്ക് പ്രസാദമായതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഒരു ഉത്തമ ഭർത്താവിന് ആവശ്യമായ എല്ലാ നൽവരങ്ങളും കൃപകളും നന്മകളും പ്രിയ ജോബിൻ്റെ മേൽ ചൊരിയുമാറാകണമേ. ഒരു ഉത്തമ ഭാര്യയ്ക്ക് ആവശ്യമായ എല്ലാ നന്മരങ്ങളും കൃപകളും നന്മകളും പ്രിയ ബ്ലസിമോടെ മേൽ ചൊരിയുമാറാകണമേ. മൂപ്പിരിച്ചടു വേഗത്തിൽ അറ്റുപോകില്ലെന്ന് അങ്ങയുടെ വചനമാകിയാൽ മൂന്നാമനായ കർത്താവ് ഈ കുടുംബത്തോടു കൂടെ നന്മകളാൽ വഴി നടത്തണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം ദൈവസഭകൾക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് മാതൃകാ ജീവിതമായിരിക്കാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹോരേബിൽ മുൾപ്പടർപ്പിൽ വസിച്ചവൻ്റെ സാന്നിധ്യം അവരെ പിൻപറ്റി അവർ അനുഗ്രഹീത ജീവിതം നയിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ പതറിപ്പോകാതെ അവിടുത്തെ ആലോചന ഏറ്റെടുത്ത് ധന്യമായ ജീവൻ നയിപ്പാൻ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ പുതിയ കുടുംബത്തെ ഏൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. സകലതും യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, ദയോടെ കേൾക്കുമാറാകണമേ. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് വളരെ വ്യക്തമായി കർത്താവ് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് നാം അത് വായിച്ചു കേൾക്കുവാനിടയായി. പകൽ ഞാൻ സഭയിലെ പരസ്യപ്രഖ്യാപനം നടത്തുമ്പോൾ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങളേവരും ചേർന്ന് 3 പ്രാവശ്യം ആമേൻ 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 എന്ന് പ്രതിവചിക്കുന്നത് അത് നന്നായിരിക്കും. അക്കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണമേ. നിങ്ങൾ കരം കൊടുക്കും. എറണാകുളം ജില്ലയിൽ ആലുവ താലൂക്കിൽ തുറവൂർ വില്ലേജിൽ ചിറക്കൽ വീട്ടിൽ ജോമോനും, ഇടുക്കി ജില്ലയിൽ ദേവികുളം താലൂക്കിൽ അടിമാലി വില്ലേജിൽ പാണങ്കുഴി മലയിൽ വീട്ടിൽ ബ്ലസി ചെറിയാനും തമ്മിൽ വലങ്കരങ്ങളെ കൊടുത്ത് ഉഭയസമ്മതം ചെയ്ത് ഭാര്യാഭർത്താക്കന്മാരായി തീർന്നിരിക്കുന്നു എന്നുള്ളതിനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ പ്രസിദ്ധപ്പെടുത്തിക്കൊള്ളുന്നു. ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർപിരിക്കരുത്. ആമേൻ ആമേൻ ആമേൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ഏകൻ ത്രിയേകനായ സ്നേഹ സ്വരൂപിയെന്നും, ഏകൻ ത്രിയേകനായ സ്നേഹ സ്വരൂപിയെന്നും, ഏകത്തെ മംഗളങ്ങൾ മേൽമേലാ. വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ, വാഴ്ത്തുവിൻ പരം വാഴ്ത്തുവിൻ. ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, ആകാശം ഭൂമി നിർമ്മിച്ച ദേവദേവൻ, സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ വാഴ്ത്തട്ടെ. സിയോനിൽ നിന്നിവരെ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി വിശുദ്ധ തിരുവെഴുത്തിൽ അനുഗ്രഹത്തെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വായിച്ച് നമുക്ക് കേൾക്കാം. അതിനുശേഷമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അവരോൻ ഗൃഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. യഹോവ നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കട്ടെ,
നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും തന്നെ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. യഹോവയായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. നിങ്ങൾ ആയുരാരോഗ്യമുള്ളവരായി, സന്താന സൗഭാഗ്യമുള്ളവരായി, സമ്പൽ സമൃദ്ധരായി, നിങ്ങളുടെ ഭവനത്തിലും സഭയിലും ദേശത്തിലും ശോഭിക്കുവാൻ സർവശക്തനായ ദൈവം തമ്പുരാൻ നിങ്ങളിൽ കനിഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം. അങ്ങയുടെ സന്നിധിയിൽ തലകളെ വണക്കിയിരിക്കുന്ന ഈ പുതിയ കുടുംബത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹമായി തീരട്ടെ, യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. വേഗമെന്നെ ചേർപ്പാനെന്റെ പ്രിയൻ വന്നേ, ആ നല്ല നാളിന കാത്തിരുന്നു. സ്നേഹമെന്നിൽ ദിനം തോറും വർദ്ധിച്ചിടുന്നേ.